ഇന്ത്യൻ വംശജനായ ചന്ദ്ര നാഗമല്ലയെ അമേരിക്കയിൽ വെച്ച് ക്യൂബ സ്വദേശി തലയർത്തു ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അനധികൃത കുടിയേറ്റക്കാരായ കുറ്റവാളികളോട് മൃദു സമീപനം ഉണ്ടാകില്ലെന്ന് ട്രംപ് പറഞ്ഞു. ക്യൂബ സ്വദേശിയായ 37 വയസ്സുള്ള യോർദാനിസ് കോബോസ് മർഡിനസ് എന്നയാളാണ് ചന്ദ്ര നാഗമല്ലയെ കഴുത്തറുത്ത് കൊന്നത്. രാജ്യത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് നടന്നതെന്നും കുറ്റവാളിക്ക് അർഹമായ ശിക്ഷ ലഭിക്കാൻ ഉചിതമായ നിയമമാർഗങ്ങൾ ഉപയോഗിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യൽ, വാഹനമോഷണം, നിയമവിരുദ്ധമായി തടവിൽ വയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങളിൽ ക്യൂബ സ്വദേശി ഏർപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ മുൻ US പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകാലത്ത് അയാൾ പുറത്തിറങ്ങി. ക്യൂബയ്ക്ക് ഇങ്ങനെയൊരു ദുഷ്ടനായ ആളെ അവരുടെ രാജ്യത്ത് വേണ്ടായിരുന്നുവെന്നും ഇത്തരം കുറ്റവാളികളെ US തുടരാൻ അനുവദിക്കില്ലെന്നും ട്രംപ് പറഞ്ഞു. വാഷിംഗ് മെഷീനെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ പേരിലാണ് US ടെക്സസിൽ താമസിച്ചിരുന്ന ഇന്ത്യൻ വംശജനായ ഹോട്ടൽ മാനേജർ ചന്ദ്ര നാഗമല്ലയെ ഭാര്യയുടെയും മകന്റെയും മുൻപിൽ വെച്ച് ജീവനക്കാരൻ കഴുത്തറുത്തു കൊന്നത്. സംഭവത്തിൽ ക്യൂബ സ്വദേശിയെ അറസ്റ്റ് ചെയ്തു.